ഓം ശാന്തി. നമ്മൾ കേരളീയരെന്ന് സന്തോഷം കൊണ്ട് ഒത്തുചേർന്ന് ആ സമ്പൽ സമൃദ്ധമായ നല്ല ദിവസങ്ങളെ ഓർത്ത് സന്തോഷം കൊണ്ട് നിറയുന്ന ദിവസമാണ് തിരുവോണനാൾ. നമ്മുടെ എല്ലാവരുടെയും പൊന്നോണം അഥവാ തിരുവോണം. എൻ്റെ എല്ലാ ഈശ്വരീയ സഹോദരി സഹോദരന്മാർക്കും, എൻ്റെ എല്ലാ ആത്മ സഹോദരി സഹോദരന്മാർക്കും, ഈ ചാനലിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയംഗമമായിരിക്കുന്ന ഓണാശംസകൾ. ഓണം എന്നും മലയാളിയുടെ മനസ്സിൽ നല്ല സ്മൃതികളുടെ ഒരു ഒത്തുചേരലാണ് തിരുവോണം. തീർച്ചയായിട്ടും മഹാൻ സമർപ്പണത്തിൻ്റെ സ്മൃതിയുടെ ദിവസമാണ് തിരുവോണം. മഹാബലി എന്ന വാക്ക് തന്നെ മഹാൻ ബലിയിൽ നിന്നാണ് വരുന്നത്. മഹാബലി തിരിച്ചു വരുന്ന ദിവസമായിട്ടാണ് നമ്മൾ ഈ പൊന്നോണം ആഘോഷിക്കുന്നത് തന്നെ. വാസ്തവത്തിൽ എന്താണ് മഹാൻ ബലി? അത് നമ്മളിന്ന് തിരിച്ചറിയേണ്ട ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യം പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ വടുവായി വന്നതായിരിക്കുന്ന വാമനൻ ആകാശം മുട്ടോളം വളർന്നുകൊണ്ട് തൻ്റെ 3 കാലടികളിലൂടെ ആകാശവും ഭൂമിയും പാതാളവും അളന്നെടുത്ത് മൂന്നാമത്തെ കാല് വയ്ക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചപ്പോൾ തൻ്റെ തല താഴ്ത്തിക്കൊടുത്ത മഹാബലിയുടെ കഥയായിട്ടാണ് നമ്മൾ തിരുവോണനാളിൽ പറയുന്നത്. വാസ്തവത്തിൽ ജീവിതത്തിൽ എന്ത് കാര്യം നേടണമെങ്കിലും മഹാൻ ബലി ആവശ്യമാണ്. എന്താണ് ഈ 3 കാലടികൾ എന്നറിയോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ ആകാശത്തോളം നമ്മളെ ഉയർത്തുന്നതും പാതാളത്തോളം നമ്മളെ താഴ്ത്തുന്നതും ഈ ഭൂമിയിൽ രാജാവിനെ പോലെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നതും നമ്മുടെ ഉള്ളിലതായിരിക്കുന്ന 3 ശക്തികളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ ശുദ്ധ സങ്കല്പങ്ങളും പോസിറ്റീവ് സങ്കല്പങ്ങളും മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന സങ്കല്പങ്ങളും നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആകാശത്തോളം നിങ്ങളെ ഉയർത്തിക്കൊണ്ടു വയ്ക്കുന്നതും അതുതന്നെയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടും വേണ്ടാത്ത ചിന്തകൾ കൊണ്ടും നിറയുന്നുവെങ്കിൽ ജീവിതത്തെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി താഴ്ത്തിക്കളയുന്നതും അതേ സങ്കല്പങ്ങൾ തന്നെയാണ്. ഈ ഭൂമിയിൽ സങ്കല്പശക്തിക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ചാൽ രാജാവിനെ പോലെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നതും നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിൽ ശുദ്ധ സങ്കല്പങ്ങൾ നിറഞ്ഞ് ഈശ്വരൻ ഏത് ഹൃദയത്തെ സ്വന്തമാക്കുന്നുണ്ടോ അവർക്ക് ഈ ഭൂമിയിൽ എവിടെ ജീവിച്ചാലും അവരുടെ ജീവിതം സ്വർഗതുല്യമായിട്ട് മാറും. അതുകൊണ്ടാണ് മഹാബലിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ശേഷം കാവൽക്കാരനായിട്ട് വിഷ്ണു നിന്നു എന്ന ഒരു കഥ കൂടി പറയുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങളുടെ മുജ്ജന്മത്തിൻ്റെ കർമ്മം കൊണ്ടോ അഥവാ സഞ്ചിത കർമ്മം കൊണ്ടോ എന്തെങ്കിലും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും, ഞാൻ ആകാശത്തിരുന്ന് എന്നെ പാതാളത്തോളം എന്തിന് ഭഗവാനെ ചവിട്ടി താഴ്ത്തി എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ. പക്ഷേ തലയിൽ ഈശ്വരന് കാൽ വയ്ക്കാൻ നിങ്ങൾ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈശ്വരന് കാലില്ലല്ലോ കാല് വയ്ക്കാനായിട്ട്. എന്ന് വെച്ചാൽ അർത്ഥം ഈശ്വരൻ്റെ കാലടികളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മത്തിൻ്റെ ആധാരത്തിൽ, സത്യത്തിൻ്റെ ആധാരത്തിൽ, നീതിയുടെ ധർമ്മത്തിൻ്റെ ആധാരത്തിൽ, സ്നേഹത്തിൻ്റെ ആധാരത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ തലയിൽ കുടിയിരിക്കുന്നവൻ ഭഗവാനാണ്. അഥവാ എൻ്റെ തലയിൽ ഈശ്വരൻ്റെ കാലാണ്. ഭഗവാൻ പറയും, ഈശ്വരൻ്റെ കാലല്ല മക്കളെ, നിങ്ങൾ എൻ്റെ ഹൃദയ സിംഹാസനത്തിലാണ് എന്ന് പറയും. അതുകൊണ്ട് കഷ്ടപ്പാടിൻ്റെ മാക്സിമം അവസ്ഥയിലേക്ക് താന്നു പോകുമോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനെ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ ആജ്ഞപ്രകാരം കാലടികളിൽ കാൽ വെച്ചുകൊണ്ട് നമ്മൾ റെസ്പെക്റ്റിൻ്റെ മാക്സിമത്തിൽ പറയാറില്ലേ, ആപ്കി ആജ്ഞ സിർ മാധ എന്ന് പറയും. എന്നുവെച്ചാൽ അർത്ഥം അങ്ങയുടെ ആജ്ഞ എൻ്റെ തലയിലിരിക്കട്ടെ എന്ന്. എന്തുകൊണ്ടാണ് മാതാവിനും പിതാവിനും ഗുരുവിനും ഒക്കെ നമ്മൾ കാൽ തൊട്ട് വണങ്ങുന്നത്? അങ്ങയുടെ ആജ്ഞ എൻ്റെ തലയിലിരിക്കട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ആശീർവാദം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ ഭഗവാൻ പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ കാൽ വെച്ച് മുന്നേറുന്ന സമയത്ത് ഭഗവാനെ അങ്ങയുടെ ആജ്ഞ എൻ്റെ തലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മത്തിൻ്റെ പാതയിൽ നിങ്ങൾ പോകുമ്പോൾ, സപ്പോസ് നമുക്ക് പരീക്ഷ നേരിടേണ്ടി വന്നാൽ പോലും മഹാൻ ബലി സമർപ്പിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സമയത്ത് പോലും രക്ഷകനായി പാതാളത്തിലും ഭഗവാൻ നമ്മുടെ കൂട്ടുണ്ടാവും. അഥവാ അവിടെയും സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞു പോകുന്നത്. ജീവിതത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ചിന്തകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സമയത്തും അഹങ്കാരം നമ്മുടെ മനസ്സിൽ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയരത്തിലെത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അദൃശ്യ കരങ്ങളായ ഭഗവാന്റെ സ്മൃതി, ആ സ്മൃതി ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാവില്ല.
അഹങ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ചയ്ക്ക് കാരണമാവും. അതുകൊണ്ട് എത്ര മേലെ പോകുന്ന സമയത്തും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ടും ഈശ്വരൻ്റെ ആജ്ഞപ്രകാരവും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് ആകാശം കീഴടക്കിയെന്ന് പറയുന്നത്, അഥവാ സ്വർഗം കീഴടക്കിയെന്ന് പറയുന്നത്. ഈ ലോകത്ത് രാജാവായി വാഴിക്കാൻ, നമ്മുടെ സങ്കല്പത്തിന് ശ്രേഷ്ഠമായി മാറ്റാൻ വേണ്ടി ഈശ്വരൻ്റെ മുന്നിലുള്ളതായിട്ടുള്ള സമർപ്പണമാണ് മഹാൻ ബലി. തൻ്റെ ജീവിതം ഈശ്വരൻ്റെ വരദാനമായി കണ്ടുകൊണ്ട് തൻ്റെ ഓരോ കലയും ഒന്ന് ചിന്തിച്ചു നോക്കിയ ഒരു സെക്കൻഡിലെ ആക്സിഡൻറ്റ് ഈ ദേഹത്തിന് തന്നെ നമ്മളെ പറപ്പിച്ചു കളയും. ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഉരുൾപൊട്ടലിൻ്റെ കുത്തൊഴുക്ക് വന്നപ്പോൾ എത്രയോ പേര് എല്ലാം നേടിയവർ ശൂന്യമായി പോകുന്നു. ജീവിതത്തിൽ നിന്ന് മാറി മറയാൻ ഒരു സെക്കൻഡ് മതി. ഈശ്വരൻ്റെ കരുണയുടെ കരങ്ങൾക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ, ആ ആജ്ഞകൾ നമ്മുടെ തലയിലാണെങ്കിൽ നിങ്ങൾ എവിടെ ജീവിച്ചാലും രാജാവിനെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സുകൊണ്ടും സംസ്കാരം കൊണ്ടും കർമ്മം കൊണ്ടും ബുദ്ധി കൊണ്ടും ഈശ്വരൻ്റെ മുന്നിൽ സമ്പൂർണ്ണ സമർപ്പണമായി ജീവിച്ചാൽ ജീവിതത്തിലെ കളവും ചതിയുമില്ലാത്ത സത്യത്തിൻ്റെ ഏകതയുള്ളതായിരിക്കുന്ന സുഖവും സമൃദ്ധിയും കളയാടുന്ന ശ്രേഷ്ഠമായ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാനാകും. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ മാതൃകയായിരുന്നു മഹാബലിയായി പറയുന്നത്. ആ മഹാൻ ബലിയുടെ സമർപ്പണമാണ്, ആ സമർപ്പണത്തിൻ്റെ പ്രതിഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ശ്രേഷ്ഠ ജീവിതം. അതുകൊണ്ട് നിങ്ങൾക്കും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ ശ്രേഷ്ഠമായിരിക്കുന്ന ജീവിതവും എല്ലാ സമ്പൽ സമൃദ്ധിയും ഈ തിരുവോണ നാളിൽ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി.